കണ്ണൂർ കോർപ്പറേഷനിൽ മുസ്ലിം ലീഗിന് വഴങ്ങി കോൺഗ്രസ്. 3 സ്ഥിരം സമിതികൾ ലീഗിന് നൽകും. നഗരാസൂത്രണം, ക്ഷേമകാര്യം, ടാക്സ് ആൻഡ് അപ്പീൽ എന്നീ സമിതികളാണ് ലീഗിന് നൽകുക. സമവായമാകാതെ വന്നതോടെ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന സ്ഥിതി വന്നിരുന്നു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ പിള്ള, അങ്ങനെ സ്വതവേ നമ്മുടെ സംസ്ഥാനത്ത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ലീഗിന് വഴങ്ങൽ കോൺഗ്രസിന് പലപ്പോഴും ശീലമാണ്. കണ്ണൂരിലും അതുതന്നെയല്ലേ സംഭവിച്ചത്? അത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് ലീഗിന് കോൺഗ്രസ് വഴങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. 3 സ്ഥിരം സമിതികൾ ലീഗിന് നൽകാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. നഗരാസൂത്രണം, ക്ഷേമകാര്യം, ടാക്സ് ആൻഡ് അപ്പീൽ എന്നിവയാണ് മുസ്ലിം ലീഗിന് നൽകുക. നേരത്തെ മുൻകാലങ്ങളിൽ അവിടെ 5-2 എന്നൊരു സമവാക്യമാണ് ഉണ്ടായിരുന്നത്. 5 സ്ഥിര സമിതികൾ കോൺഗ്രസിനും 2 ലീഗിനും എന്നുള്ള നിലയിലായിരുന്നു. അതിലൊന്ന് കുറെ നാളായി അവർ കൂട്ടി ചോദിക്കുന്നുണ്ട്, പക്ഷേ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്നലെ കെ സുധാകരൻ എംപിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ അത് തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. ഇതോടെ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഇത് മുന്നണിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്ന് കണ്ട് ഇന്ന് രാവിലെ വീണ്ടും യോഗം ചേർന്നിരുന്നു. ഇതിനാണിപ്പോൾ ഈ 3-4 എന്നൊരു സമവാക്യത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. എങ്കിലും കണ്ണൂർ കോർപ്പറേഷനുള്ളിൽ കോൺഗ്രസ് പൂർണ്ണമായും ലീഗിന് വഴങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്.